ഹായ് 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 ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് 5:30 5:30 ആയി. 5:30 ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം, ഒരു നിമിഷം മാത്രം. അപ്പോൾ അതായത് നമ്മുടെ പരിപാടി ഇന്നത്തെ ദിവസം മുഴുവനായിട്ടും എങ്ങനെയാണ് എന്നുള്ളതാണ്. മുഴുവനായിട്ടും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലെന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നറിയില്ല. ഇപ്പോൾ ഈ ഒരു നേരത്തെ എണീക്കാനുള്ള കാരണം ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകണം. ഞാൻ മാത്രമല്ല, സ്റ്റാൻഡിൽ നമ്മളുടെ ഒരു 3-4 ഏട്ടന്മാരുണ്ട്. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞാൽ 5:30 ആകുമ്പോഴേക്ക് ഞാൻ അപ്പോഴേക്ക് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റാണ്, പോയാൽ മതി. അപ്പോൾ ചിന്നു ആര്യം അവിടെ കിടക്കുന്നുണ്ട്, അമ്മ അവിടെ കിടക്കുന്നുണ്ട്, എല്ലാവരും എണീറ്റില്ല. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങി നോക്കാം. പോകുന്ന വഴിയിൽ ഉള്ള കാഴ്ചകളും കണ്ട് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നോക്കാം. മെയിനായിട്ട് നമുക്കിന്ന് ചെയ്യാനുള്ളത് ഒന്ന് വണ്ടീൻ്റെ പണി കണ്ടിന്യൂ ചെയ്യണം. അതായത് ആദ്യം ഈ ഒരു 50 കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രം കാടാമ്പുഴയാണ് പോകുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് വണ്ടി വർക്ക് കണ്ടിന്യൂ ചെയ്യണം. രണ്ടാമത്തേത് ഓടാൻ വേണ്ടിയിട്ട് പോകണം. മൂന്നാമത്തേത് ആര്യനും ചിന്നുവിനും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത്തരം കേസുകളുണ്ട്. ഇതിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് എന്തായാലും ഓടൽ മിക്കവാറും സ്വിപ്പാവും. അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എഡിറ്റിങ്ങും ഉണ്ട്. ബാങ്കും കൊടുക്കുന്നുണ്ട്. സമയം 5:40 ആകുമ്പോഴേക്കും ഒരു വരുന്നത്. ഞാൻ പോയി. ഓക്കെ, ദിനേശ് ചേട്ടല്ലേ? വണ്ടൂർ. ഓക്കെ, നേരെ ബാലേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ധനേശ് ചേട്ടൻ ഉണ്ട് ഇവിടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഏട്ടനെയും കൂടി പൊക്കാണ്ട്, അത് ദിനേശ് ചേട്ടൻ. അപ്പോൾ നമ്മൾ ഗുരുവായൂർക്ക് പോയിരുന്ന സ്ക്വാഡിൽ ഒരാൾ കൂടി എന്ന് തന്നെ ഉള്ളൂ. അന്ന് ബാലേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റ് കുറവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം ബാലേട്ടന് വണ്ടി ഒന്ന് ഓട്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. തൽക്കാലം ബാലേട്ടൻ്റെ വണ്ടി തന്നെ ആയതുകൊണ്ടേ അതുകൊണ്ട് ഓടട്ടെ. ഫുൾ കാക്കി കിട്ടാൻ വന്നിട്ടുള്ളത്. ഏട്ടാ ഓക്കെ അല്ലേ? എന്താടാ മിന്നിക്കത്തണേ? ഡീസലോ? വെറുതെ അല്ല ഇന്നലെ എന്നോട് പറഞ്ഞു ആദ്യം പമ്പ് വേണമെന്നല്ലേ. പമ്പ് കയറാം നമുക്ക്, ഫുൾ ടാങ്ക് എണ്ണ. ഞങ്ങളാകാം. ഞങ്ങളെ വണ്ടൂർ അങ്ങാടിയാണത്, വണ്ടൂർ അങ്ങാടി. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇയാളെയും കൂടി എടുക്കണം. ഞാൻ അറ്റത്താട്ടാ. മുതിർന്ന ആളുകളൊക്കെ ഉള്ളിൽ കയറാ. ഏത്തപ്പാക്കെ ആ നാളികേരത്തിനടുത്ത് ഇങ്ങോട്ട് വെക്കിട്ടാ. ഇത് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡാണ്. ഈ നേരത്തൊന്നും ആരും വരലില്ല. അപ്പോൾ സമയം എന്ന് പറയുന്നത് 5:45 വാട്ടാ ഓട്ടയുണ്ട്. പറപ്പിച്ചോളി 100 അപ്പോൾ 4 ജംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ. ഞങ്ങൾക്ക് 2 റൂട്ടാണ് ഇവിടെ നിന്നുള്ളത്. ഒന്ന് മഞ്ചേരി വഴിയും പോവാം, പെരിന്തൽമണ്ണ വഴിയും പോവാം. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ വഴി എടുത്തിട്ടുണ്ട്. നമ്മളങ്ങ് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ മഞ്ചേരി കൂടെ പോകുമ്പോഴാണ് നമ്മൾക്കൊരു 4-5 കിലോമീറ്റർ ലാഭമുള്ളത്. ധനേശ് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ധനേശ് ചേട്ടൻ പറയുന്നത് പെരിന്തൽമണ്ണ വഴി എണ്ണ അടിക്കുക കയറിക്കോളി. അയാൾ വണ്ടിക്ക് ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിച്ചേട്ടെ. ഇവിടെയൊക്കെ റോഡിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞങ്ങളുടെ വണ്ടൂർ, അതായത് 24 hour വർക്ക് ചെയ്യുന്ന ഒരു പെട്രോൾ പമ്പാണത്. ഒന്നല്ല, നമുക്ക് 2-3 പമ്പുകളുണ്ട്. പക്ഷേങ്കിൽ ടൗണിൻ്റെ സെൻട്രലായിട്ടുള്ളത് ആ ഒരു പമ്പാണത്. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചാൽ പോയി കഴിഞ്ഞാൽ വേറെ എവിടെ നിർത്തണ്ടല്ലോ. ഫുൾ ടാങ്ക് എണ്ണ തന്നെയാണ് നമുക്ക് കയറ്റണം കേട്ടോ. എത്ര രൂപയ്ക്ക് അടിക്കും നമുക്ക് നോക്കാം. ബാലേട്ടൻ്റെ വണ്ടി തീരെ എണ്ണ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെയും കാണുന്നുണ്ടതേ. ഇവിടെ റീഡിങ് ഉണ്ടേ. ഇപ്പം തന്നെ 400 കഴിഞ്ഞു കേട്ടോ. ചേട്ടാ ലോൺ എടുക്കേണ്ടി വരുമോ? ലോൺ എടുക്കേണ്ടി വരുമോ? 500 കഴിഞ്ഞിട്ടോ. ഉള്ളയാ അവിടെയൊക്കെ ഇങ്ങോട്ട് തുളുമ്പിട്ടോ ചിന്തത്. ഓട്ടോറിക്ഷയൊക്കെ ഫുള്ളാക്കുമ്പോഴേ പ്രശ്നമാണ്. ചേട്ടനൊക്കെ ബേജാറായി കേട്ടോ. ആ മതി, ഹൈവേയിൽ നോട്ടെ, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകും. ബാലേട്ട ആ മാറ്റൊക്കെ നാശമാവും. അതായത് ഇത് നമ്മൾ ഓട്ടോറിക്ഷ ഫുള്ളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ഇത് ഫുള്ളായിട്ട് ഇതിലെങ്ങനെ ഒലിച്ചിറങ്ങി ഈ മാറ്റിലേക്ക് വരും. ഈ മാറ്റിൻ്റെ വക്ക് പൊട്ടും. അങ്ങനെ മാറ്റും മാറ്റേണ്ടി വരും. വലിയ വില ഒന്നുമില്ല മാറ്റിന്, എന്നാലും ഒറിജിനലല്ലേ. എന്നാൽ കൈ കൊടുക്കി എല്ലാവരും. എത്ര? 570. അപ്പോൾ ചെങ്ങന്മാരെ ഞങ്ങളങ്ങനെ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റോട്ടിൽ കയറിയിട്ടുണ്ടല്ലേ. അത് ഓരോ ഗ്ലാസ് ചായ കുടിക്കരുത്. ചായ കുടിച്ചിട്ട് പോവാം എന്നാണ് കരുതുന്നത്. ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഈ നേരം വരെ ഞാൻ അവിടെ നിന്നിട്ട് വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിലുള്ള ഒന്നും കാണിക്കാഞ്ഞത് പറയാഞ്ഞത്.
പിന്നെ ഇവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെരിന്തൽമണ്ണ ടൗണിലേക്ക് പോകേണ്ടി പറ്റും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാലേട്ടനാണ് ഡ്രൈവർ. ബാലേട്ടൻ തണുപ്പുണ്ടായതുകൊണ്ടേ പാവല്ലേ മൂപ്പര് ഞാൻ ബാക്കിൽ ഇരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് വണ്ടി എടുക്കണ ധനേശേട്ടനാണ്. ധനേശേട്ടാ ഞാനൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. എൻ്റെ ഭഗവാനെ സ്റ്റാർട്ടായി. ആ റിവേഴ്സ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അതും കൂടി വലിക്കേണ്ടി വരും. അതിൻ്റെ അവിടെ ആ കയ്യിൻ്റെ അവിടെ ഉണ്ടോ ഒരു കേബിള്? ആ ഓക്കെ. ഒന്നായിട്ടോട് പോയല്ലോ കേട്ടോ. അതിൽ നാഷണൽ ഹൈവേ ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മളെന്താ വെച്ചാൽ എല്ലാവരും വണ്ടി ഓടിക്കും. ഞങ്ങളിങ്ങനെ മാറി മാറി ഓടിക്കാറൊന്നുമില്ല. അതിപ്പോൾ അങ്ങനെ അത്ര വലിയ ക്ഷീണമുള്ള ആളുകളൊന്നുമല്ല വണ്ടി ഓടിച്ചു എന്ന് കരുതി ക്ഷീണം ഉണ്ടാവാൻ. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞങ്ങളുടെ പണി ഇതായതുകൊണ്ട് അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഒരു രസമായിട്ട് ഇങ്ങനെ ബാലേട്ടൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ് എടുത്തിട്ട് ആകെ ഒരു വർഷം ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഓടിക്കുമ്പോൾ ഒരു സുഖം. ഈ പുതിയ വണ്ടി എങ്ങനെയൊക്കെ ആയാലും ഓടിക്കുമ്പോൾ ഒരു വേറൊരു ഫീലാണല്ലോ. ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓടിക്കുക. പിന്നെ ബാലേട്ടൻ ഞങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന കാരണവരാണ്. അപ്പോൾ പിന്നെ കാരണവരെ കൊണ്ട് വല്ലാതെ പണിയെടുപ്പിക്കണ്ടെന്ന് കരുതി. കാരണം ചേട്ടന് വയ്യൊക്കെ അറിയില്ല, പറഞ്ഞായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലാണെങ്കിൽ ഗൂഗിൾ മാപ്പ് കാരണം കുറേ മുന്നേ വന്നാണല്ലേ. ഞാൻ തന്നെ ഏതാണ്ട് 7 വർഷമൊക്കെ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. കൊള്ളാം, പോയി നോക്കാം നമുക്ക്. പ്രധാന വഴിപാട് മുട്ടറുക്കൽ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോഴേക്ക് എല്ലാ കടകളുടെ മുമ്പിലും കാണുന്നതാണ് കുട്ട നിറയെ നാളികേരം. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ഷേത്ര പാർക്കിങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ചെറിയൊരു ടോൾ പോലത്തെ സിസ്റ്റമാണ് അല്ലേ. ഇറങ്ങുമ്പോഴേക്ക് പാർക്കിംഗ് ഫീസേ കൊള്ളാം. ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി എടുത്ത ഒരു ടൈമിൽ ഒന്ന് പൂജിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 7:30 ആയിട്ടുണ്ട്. ഞങ്ങളിനി വണ്ടി ഇവിടെ പാർക്കിങ്ങിലിട്ട് അവിടെ പോയിട്ട് ഒരു 1-2 മുട്ടൊക്കെ നിറത്ത് തൊഴുത് എന്നിട്ടൊക്കെ വരാം. ഊട്ടുപുരയിൽ വല്ലതും ഉണ്ടാവുമോ ഉണ്ണാൻ? അവിടെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടായോ നോക്കിയിട്ടേ അത് കെട്ടാൽ മതി. ആ തലക്കേക്ക് പോയാണ്ടാവും ആ കാറ് ഇങ്ങോട്ട് കയറ്റാൻ. ഇവിടെ ഈ കാറിൻ്റെ ബാക്കിലിട്ടാൽ പോലെ ഇപ്പുറത്ത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. എങ്ങനെയാടാ? ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് ഇറങ്ങിയ മുമ്പായിട്ട് ഞങ്ങൾ എവിടുന്ന് നാളികേരം വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. നാളികേരം പുറത്തുമുണ്ട് അകത്തുമുണ്ട്. അതായത് നമുക്ക് എവിടെയാണ് ലാഭം നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്. ഞാനെന്താ ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. പോയേണ്ട നാളികേരത്തിൻ്റെ വില വെച്ചാണ്. നാളികേരത്തിന് പല വില 28, 20, 30. ദേവസ്വത്തിൻ്റെ പോയി നോക്കുമ്പോൾ അവിടെ 30. നാളികേരം വലുതാണ്. ഞാൻ നോക്കിയില്ല, നാളികേരം കണ്ടില്ല. ഞാൻ ചാക്കിലാണവിടെ. നമുക്ക് ഈ 30 എടുക്കാമല്ലോ. വന്നിട്ട് നാളികേരം റിട്ടേൺ കൊടുക്കണ്ടെങ്കിൽ ഓരോ സഞ്ചി നാളികേരമായിട്ട് ഞങ്ങൾ പോവുകയാണ്. 33 രൂപയുടെ ഒരു നാളികേരത്തിന് 33 രൂപ. നല്ല മെച്ചാണ്. റിട്ടേൺ നല്ല മെച്ചാണ്. അതാണ് ഒരു റിട്ടേൺ വരുമ്പോൾ പൈസ തന്നാൽ മതി. അറിയണല്ലേ വെറുതെ നമ്മളതിനകത്തേക്ക് കയറട്ടാ. ക്ഷേത്രത്തിനകത്തേക്ക് കയറാണേ. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ധനേശേട്ടൻ്റെ പ്രശ്നങ്ങളാണ്. ദിനേശേട്ടൻ്റെ ബാലേട്ടൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞങ്ങളിനി വണ്ടിയിലേക്ക് പോയിട്ട് കൊണ്ടുവച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അതായത് എന്തെങ്കിലുമൊക്കെ തിന്നാനോ അല്ലെങ്കിൽ അവൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇന്ന് നേരത്തെ എണീറ്റിട്ടാണെന്ന് തോന്നുന്നുണ്ട്. നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോകുന്നതാണ്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്നു കേട്ടോ. കടകളൊക്കെ കയറി ഇറങ്ങിയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. പ്യുവർ വെജ് ആയിരിക്കാം. എന്തായാലും നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് വല്ല മസാല ദോശ ഐറ്റംസ് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണേ വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:45 ആവാറായില്ലേ. ഉണ്ട്. നേരെ ഇപ്പോൾ ഹോട്ടലിലാണ്. ഓരോ നെയ് റോസ്റ്റ് പറഞ്ഞു. പക്ഷേ ഇത് എനിക്ക് മാത്രം കിട്ടിയില്ല. ബാലേട്ടനൊക്കെ തീറ്റ തുടങ്ങി. എന്താ കേട്ടാ ഉണ്ട് സാധനം. ചട്നിയൊക്കെ എന്താ അവസ്ഥ? നമുക്കുള്ള സാധനം വരുന്നത്. അപ്പോൾ മസാല ദോശ അല്ല എന്താ പറയുക, നെയ് റോസ്റ്റ് കൂട്ടി കഴിച്ചിട്ട് ധനേശേട്ടന് ഇപ്പോൾ വട വേണ്ടെന്ന് പറയണേ. കുറേ ആയി വട വേണ്ടെന്ന് പറയും. ഏട്ടാ ആദ്യത്തെ വട എടുക്കാം കേട്ടോ. ഇനി വട വേണ്ടെന്ന് പറഞ്ഞു. നല്ല നെയ്യിൻ്റെ മണം ഉണ്ടല്ലേ. നെയ് റോസ്റ്റ് അല്ലേ. ചായ വേണോ? 2 മതി. ആർക്കാണോ 3ാമത്തെ? അത് അടുത്തോളി. ധനേശേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സേർട്ട് വലിക്കൂല, മദ്യപിക്കൂല, പുകയില ഉൽപ്പന്നങ്ങളൊന്നുമില്ല.
കട്ടൻ ചായ ഇല്ല, ഒള്ളിയാണ്. കട്ടൻ ചായ കുടിയും ഇല്ല. ഞങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമ്മൾ ചായ കുടിച്ചു, പക്ഷേ ധനശേട്ടൻ കുടിച്ചില്ല. കിട്ടിയില്ല. പെണ്ണ് ധനശേട്ടന് പറ്റുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. സൂപ്പറായി ചെക്കനെ. അതെ, വീട്ടിലെ അമ്മയും ധനശേട്ടനും മാത്രമേ ഉള്ളൂ അല്ലേ. എവിടെയോ വെച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ്. സാറല്ല, പോട്ടെ, ഒക്കെ റെഡി ആക്കട്ടോ. നമ്മൾ ആൾക്കാർ കാണുന്നുണ്ട്. സെറ്റല്ലേ, സാധനമൊക്കെ അല്ലേ? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് ഇറങ്ങാം. ചട്നി അടിപൊളി. സാമ്പാർ, ചമ്മന്തി എടുക്കുന്നോളാം. ചമ്മന്തി ഞാൻ അങ്ങനെ കൂട്ടാറില്ല. സാമ്പാറും പക്ക വിശന്നിട്ടാണ് അറിയാട്ടോ, അതിൻ്റെ ആവശ്യം. അപ്പോൾ ചങ്ങന്മാരെ, ഞങ്ങൾ എന്താ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയ ബാലേട്ടൻ ഡ്രൈവറാണ്. ഞങ്ങൾ 3 പേരും വണ്ടീനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കാടാമ്പുഴയോട് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇവിടെ പറയുകയാണ്. ഈ കാടാമ്പുഴ അമ്മ എന്നാണ് അടുത്തൊരു വട്ടം കാണാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. ബാലേട്ട പോ, വണ്ടി ഇറക്കിക്കോളി. ഞങ്ങൾ ഇവിടെ ടോളല്ല, പാർക്കിംഗ് ഫീസ് എത്ര ചോദിച്ചാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് 10 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 രൂപ ബാലേട്ടൻ ആരടുത്തുള്ള വെച്ചാൽ അങ്ങനെ കൊടുക്കും. ഞങ്ങൾക്ക് ഇത് ഭയങ്കര രസമാണ്. കട്ടേനത് കട്ട ഞങ്ങളൊക്കെ പാടെ എന്നല്ല, മലയാളി ആരപ്പോ ഒരാളുള്ളൂ, രണ്ടാളുണ്ട്. എന്നെ ഇങ്ങാക്കുള്ള പൈസ ഞങ്ങൾ തരും. അതായത് ഇന്ന് ഭക്തജനങ്ങൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ദർശനം ചെയ്യാനും മുട്ടർക്കൽ പരിപാടിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഗുരുവായൂർക്ക് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ തിരക്കുണ്ടച്ചാ ഫ്ലോറസ്റ്റ് 71 കാണണ്ടാ. താങ്ക് യൂടാ, എന്നാ പോട്ടെ. നമ്മളെക്കനാണ്. അപ്പോൾ ഇവിടെ നല്ല ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഉണ്ടാവും. ഏതായാലും ചെക്കൻ നമ്മളതിന് 10 രൂപയും കൂടി വാങ്ങിയില്ല. ഫ്ലോറസ്റ്റ് 71 എന്ന് പറഞ്ഞപ്പോൾ അവൻ കാണലുണ്ട്. വേണ്ട, പയ്യന്മാരാണ്. അങ്ങനെയെങ്കിൽ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ബാലേട്ടൻ, ഹരേ ഹരേ, ഓട്ടോറിക്ഷക്കാരൻ്റെ പവർ കോട്ടു. അത് ഞങ്ങൾ കാടാമ്പുഴ സെൻറ്ററിലാണ്. ഇവിടുന്ന് റൈറ്റ്, ഞങ്ങൾ വന്ന വഴിയല്ല, ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്നത് ഞങ്ങൾ മലപ്പുറം വഴി അല്ല ചേട്ടാ, മലപ്പുറം വഴിയാണ് പോകുന്നത്. മലപ്പുറം കോട്ടക്കൽ, അങ്ങനെ മഞ്ചേരി വഴി. കോട്ടക്കൽ, മലപ്പുറം, മഞ്ചേരി, വണ്ടൂർ. അതാണ് ഞങ്ങളുടെ അടുത്ത റൂട്ട് എന്ന് പറയുന്നത്. ആ റൂട്ടിലേക്ക് ഞങ്ങൾ ഡ്രൈവറായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ബാലേട്ടനെയാണ്. അതാ മസിൽ പിടിക്കല് കേട്ടോ. ബാലേട്ടൻ്റെ വണ്ടി ഓടിക്കാൻ നല്ല സുഖം, ഞാൻ നേരത്തെ പറഞ്ഞില്ല. പുറത്തൊക്കെ കഴിക്കാൻ അയക്കണ്, 10,000 രൂപ ചിലവാക്കാൻ അയക്കണേ കേട്ടാ. അടിപൊളിയാവും. ട്രിപ്പാണ് വരുന്നത്. അതെ, കണ്ടങ്ങൾ ഇതാണ് ഒരു ഡ്രൈവർ കണ്ടോളിട്ടോ, എല്ലാവരും കണ്ടോളി. കോള് വന്നു, ഡ്രൈവർ ഇൻഡിക്കേറ്റർ ഇടുന്നു, വണ്ടി സൈഡാക്കുന്നു. കോള് ഇൻഡിക്കേറ്റർ കീറാണോ, ഓഫാക്കാൻ പാടില്ല. ആ കീറ സൗണ്ട് മറക്കാതെ. ഈ കോളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോഴും നാട്ടിൽ എത്തോ. ഹലോ, ഞങ്ങൾ അതുവഴി പോയി തിരിച്ചു പോരുകയാണ്. NH കയറാൻ എഴുതി പോയതാണ്, പക്ഷേ എങ്കിൽ വേണ്ടെന്ന് വെച്ച്. അതിന് പോകുമ്പോഴേക്ക് നമുക്ക് ദൂരം കൂടുതലാണ്. വെറുതെ ഇപ്പോൾ NH പോയി തിരക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ട് ഞങ്ങൾ ഇതിൽ നമുക്ക് മലപ്പുറത്ത് കൂടെ പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ അതുവഴി പോകാൻ ചെയ്തല്ലേ, കോട്ടക്കൽ ടച്ച് ഇല്ലാതെ. അപ്പോൾ കോട്ടക്കലും ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ്. കോട്ടക്കൽ വേണ്ട അല്ലേ, എവിടെയൊക്കെ പോകുന്നുള്ളത് ഇപ്പോൾ ചെല്ലുമ്പോൾ അറിയാം. വണ്ടൂരങ്ങാടിക്ക് എന്തായാലും എത്തും, അത് ഉറപ്പാണ്. കോട്ടക്കൽ ടച്ച് ചെയ്യാം, മലപ്പുറം ടച്ച് ചെയ്യുന്നത് അറിയില്ല. ഇല്ലല്ല, മലപ്പുറം ടച്ച് ചെയ്യും, മഞ്ചേരി ടച്ച് ചെയ്യും. ആ നേരെ. ഡ്രൈവർ ആരാ? ബാലേട്ടനാണ്. ബാലേട്ടന് ചെറിയ മടി, ക്ഷീണമല്ല മടി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാനാണ് വണ്ടി എടുക്കുന്നത്. ഇടത്തേക്ക് മലപ്പുറം വലത്തേക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് തിരിയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 38 കിലോമീറ്റർ പോവാണ്ട് 1 മണിക്കൂറും 12 മിനിറ്റ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 9:40. നമുക്ക് എപ്പോഴേക്കാൾ എത്താൻ പറ്റുമോ നോക്കുക. മലപ്പുറത്ത് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാം, എന്താ അറിയില്ല, പോയി നോക്കട്ടെ. ചെങ്ങന്മാരപ്പോൾ ഞങ്ങൾ മലപ്പുറം എത്തിയിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ മണ്ണിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മലപ്പുറം നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് എത്തിയത്. എന്താ പറയുക, നമ്മൾ സെൻറ്ററിൽ കയറുന്നില്ല, ഒഴിഞ്ഞിങ്ങനെ പോവുകയാണ്. തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്ന്
സത്യം പറ ഇന്നലത്തെ ലീവിന് ശേഷം ഇന്ന് പൊതുവേ തിരക്ക് കുറവുണ്ട്. അല്ലാതെ ഈ റോഡൊക്കെ ഫുള്ളാവേണ്ടതാണ്. ഇന്ന് കുറച്ച് കുറവുണ്ട്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് അല്ലേ? അല്ലേ? ആ റൈറ്റിന് നേരെ അത് ഇങ്ങോട്ട് ആ വണ്ടി മഞ്ഞ വണ്ടി പോണ നേരെ. അതെ, മഞ്ഞ വണ്ടി നേരെ. ഓക്കെ, മഞ്ഞ വണ്ടി പറഞ്ഞാൽ KSEB മഞ്ഞാണല്ല, മുന്നേ പോണ 3 മഞ്ഞല്ലേ. മലപ്പുറത്തിന് തന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇപ്പൊ കാണിക്കണില്ല. അവിടെ നല്ല കാഴ്ചകൾ കാണാണ്ട്. ഞങ്ങള് നാട്ടിൽ കെട്ടിട്ട് വേണം ഓടാം, ഓടച്ച് ഓടണം, ടൈമില്ല. അപ്പൊ ചെങ്ങന്മാരെ, വെൽക്കം ടു മഞ്ചേരി നഗരസഭ. അങ്ങനെ നമ്മൾ മഞ്ചേരി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മെഡിക്കൽ കോളേജൊക്കെ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ മെഡിക്കൽ കോളേജൊക്കെ അവിടെയാണ്. അതായത് മലപ്പുറം നമ്മൾ ടൗണ് ടച്ച് ചെയ്യാതെ പോയിരുന്നത്. പക്ഷേ മഞ്ചേരി നമുക്ക് ടൗൺ ടച്ച് ചെയ്യാതെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ടൗൺ ടച്ച് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് നല്ല ബ്ലോക്ക്, വണ്ടികൾ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് മഞ്ചേരി ടൗൺ. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇളങ്കൂറിന് നേരെ വണ്ടൂർ. ഓക്കെ, അതാണെന്ന് താത്തിയില്ല ഞങ്ങൾ. ഓക്കെ, അതായത് ഞാൻ കുറച്ച് ദൂരം ഓട്ടി. അപ്പോൾ ധനാശേട്ടന് പേരും കമ്പം എൻ്റെ ഡ്രൈവിങ് കണ്ടിട്ടേ. ഇന്നെ പോലെ കജ്ജൊന്നുമില്ല, എന്നാലും ഓട്ടിക്കോളി കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പത്തുമ്പോൾ ആൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതാണ്ട് മഞ്ചേരി കഴിഞ്ഞിട്ട് എളങ്കൂർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ എളങ്കൂർ നേരെ വണ്ടൂർ. നമുക്ക് ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 16 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 10-16 കിലോമീറ്റർ കൂടി ഉള്ളൂ. അതും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടൂർ ടൗണിലേക്ക് എത്തുന്നതാണ്. ധനസേട്ടൻ 40 പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്തതായിരുന്നു. അതിലിപ്പോൾ നമ്മൾക്ക് ഒരു കട്ട എണ്ണ തീർന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കട്ടാ, ധനസേട്ടൻ കടത്തുന്നുണ്ട് വണ്ടി. അതാ തിരികലി മറച്ചതല്ലേ ഇവിടെ ബാലേട്ടൻ്റെ നെഞ്ച്. ബാലേട്ടൻ്റെ നെഞ്ച് പെടക്കാണ്, പെട്ട മനസ്സിലായോ? ഞാനാകുമ്പോൾ വലിയ വിഷയമല്ല. ഓക്കെ, താങ്ക്സോ. ഇനി ഈ റോഡ് ഞങ്ങൾക്ക് ഇനി എവിടേക്കും തിരിയാറില്ല. ഇനി ഞങ്ങളെ നേരെ വണ്ടൂർ എറിയാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചാടിക്കും. അവിടുന്ന് പിന്നെ നേരെ വണ്ടൂർ. ദേവപത്തിട്ടില്ലേ? അപ്പോൾ എനിക്കും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി തീർന്നു. ഒരു പോയി ദിനേശേട്ടൻ വണ്ടൂർ ടൗണിൽ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യണോ ഈ വണ്ടിൻ്റെ വുഡ് പോയി കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് റെൻഡർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്ക് സ്കൂൾ ഉണ്ടായതുകൊണ്ട് അവളുണ്ടാവില്ല നേരത്ത്. ഞാനപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയ പണിയെടുത്തായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടിൻ്റെ വുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ നെറ്റിപ്പട്ട ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്ത് കൂടെ ഒരു പീസ് പോകും. ആ ഒരു പീസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതാണിപ്പോൾ ഞാൻ കഴിച്ചത്. ഇനി വുഡ് ഫുള്ള് കഴിക്കല്ല, ഇവിടെ വരെ കഴിച്ചാൽ മതിയാവും. നമുക്ക് ഇവിടെ വരെ കഴിക്കണം. ഇവിടെ വരെ കഴിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ എന്നെ കൊണ്ട് തന്നെ പറ്റും, ഇത് മനസ്സിലായില്ലേ? എന്നെ കൊണ്ട് തന്നെ പറ്റും. ഞാൻ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ തന്നെ എടുക്കാനുള്ള കാരണം, എനിക്കിപ്പോൾ ഇത് കടയിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം. ഇതിൻ്റെ പണി അറിയുന്ന ആളുകളടുത്ത് കൊണ്ടുപോയി ചെയ്യാം. പക്ഷേങ്കിൽ നമ്മളിത് ചെയ്യുന്നത് നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടായാൽ മതിയല്ലോ. എനിക്ക് അങ്ങോട്ടേക്ക് ഈ വണ്ടി കൊണ്ടുപോയി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതും അവിടെ നിന്ന് പണിയെടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം എനിക്ക് ലാഭമായിരിക്കും. ഞാൻ തന്നെ ഈ പണി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ പണിക്ക് ഞാൻ കൊടുക്കുന്ന കൂലി അതും എനിക്ക് ലാഭമായിക്കാരം. പക്ഷേങ്കിൽ അത് ഞാൻ കൊടുക്കൊന്നും വേണ്ട, നമ്മുടെ വണ്ടി എടുത്ത ആൾ കൊടുത്തോളും. പക്ഷെ എന്നാലും അങ്ങനല്ലല്ലോ. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചപ്പോൾ നമ്മളുടെ ഫുൾ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് വേണം നമ്മളത് ചെയ്യാം. എന്നെ വിശ്വസിച്ചിട്ടാണ് അദ്ദേഹം പൈസ അയച്ചതും ഈ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ യാതൊരു വിധ കളങ്കവും പാടില്ല. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പണിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. വുഡ് കഴിക്കാനല്ലേ, അത് കഴിക്കുന്നു. പിന്നെ ബാക്കി നാളെ അതുപോലെ തന്നെ ഇന്ന് വണ്ടി നിർത്തുമ്പോഴേക്ക് ഇത് കഴിച്ചിട്ട് ഇന്ന് വണ്ടി ഇവിടെ തന്നെ നിർത്തുവാണ്. ഞാൻ ഇന്ന് വെറുതെ വണ്ടിയിട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോഴേക്ക് വല ഊരിയിട്ട് ഈ വണ്ടി മേക്കിടണം. കാരണം വണ്ടിയിലേക്കൊന്നും കയറാതെ നോക്കൽ നിർബന്ധമാണ്. ഇനി നമ്മുടെ വണ്ടിയല്ല, ഈ മാറ്റിനെടുത്തിട്ടൊന്ന് കഴുകണം. ആ മാറ്റ് മാത്രം ഒന്ന് കഴുകിയാൽ മതി. ഇപ്പോൾ കോഴിക്കാഷ്ടേ അത് ഞാൻ എന്താ വെച്ചാൽ വണ്ടി
ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല എനിക്ക്. ഞാൻ എൻ്റെ ആ വണ്ടീനെ നിങ്ങൾക്ക് അറിയാലോ, അതന്നെ ഞാൻ മര്യാദയ്ക്ക് കഴുകി തുടച്ച് കൊണ്ടുനടക്കലില്ല. എനിക്കതിനും സമയം കിട്ടാറില്ല, ശ്രദ്ധിക്കാനുള്ള ടൈം. ഒന്ന് കാരണം ഞാൻ ഫ്രീ ആവുന്ന രാത്രിയാണ്. രാത്രിയേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് പിന്നെ ക്ഷീണമാണ്. അതിൻ്റെ ഇടയിൽ വണ്ടി കൈകാനുള്ള മൈൻഡൊന്നും ഉണ്ടാവില്ല. പിന്നെ രാവിലെ ഞാൻ എണീക്കേണ്ടതിന് നേരം വൈകിട്ടായിരിക്കും. പിന്നെ എഡിറ്റിങ് രാത്രിയാണെങ്കിൽ അത് സ്വീപ്പാണ്. അങ്ങനെയൊക്കെ ആയിട്ടാണ് വണ്ടി കൈകാനുള്ളൊരു പ്രയാസം നമുക്ക് വരുന്നത്. എന്നാൽ പോലും സൺഡേ എല്ലാ ഞായറാഴ്ചയും ഞാൻ വണ്ടി കൈകാറുണ്ട്. ഈ വണ്ടി എന്തായാലും ഞാൻ ഇതിൽ വെള്ളം വേണം, നമുക്ക് വെള്ളത്തിനും ബുദ്ധിമുട്ടാണ്. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഇതൊന്ന് വെള്ളം അടിക്കണം. അതുപോലെ തന്നെ ആ മാറ്റ് എന്തായാലും ഞാനൊന്ന് കഴുകിയിട്ട് ഇടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെറ്റിപ്പട്ടം കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഈ പറഞ്ഞതുപോലത്തെ എന്താ പറയുക, ഒരു പലക ഉണ്ടാവും ഇതിനകത്ത്. ആ പലക നമുക്ക് കൊടുത്തിട്ടുള്ള ആണിമേലാണ് ഇപ്പോൾ നിൽക്കണം ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ പൊളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തിപ്പോരും. ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. നമ്മളെന്താ വെച്ചാൽ നമുക്കൊരു ഐഡിയ വേണം, അപ്പോൾ ഇതൊക്കെ ചെയ്യലടക്കുള്ളൂ. പിന്നെ ഇവിടെ ഉണ്ടോ സ്റ്റാപ്ലെയറിൻ്റെ ആ ഒരു വലിയ പിന്നുണ്ടല്ലോ, അവന്മാർ അടിക്കേണ്ടതാണത്. അവന്മാർ പ്രസ്സിങ് മെഷീൻ കൊണ്ട് അടിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വുഡ് കീറാൻ സാധ്യതയുണ്ട്. വുഡ് കീറാതെ വേണം നമ്മൾ ആ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ. പിന്നെ നമ്മളിതിൻ്റെ പണിക്കാരനൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വുഡ് കീറാതെ വേണം നമ്മളിതിനെ കൈകാര്യം ചെയ്യാം. വുഡ് കീറിക്കഴിഞ്ഞാൽ വുഡ് മാറ്റേണ്ടി വരും. അങ്ങനെ അതിൽ വുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. വുഡ് ഒരു ഭാഗത്തേക്ക് ബാക്കിക്കാണ്ട് കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മേലെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കവർ തന്നെയാണ്. ഇതിൻ്റെ പണിയെടുത്തിരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച ആൾ വെച്ചിരുന്നത്. നമ്മളുടെ പ്രശ്നം അതാണ് ഉണ്ടാ. ഈ ഒരു പീസ് കമ്പിനെ ചിലപ്പോൾ ഇവിടുന്ന് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ജോയിൻ്റ് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഓമയ്ക്ക് വരുന്ന ഒരു കമ്പിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതും തന്നെ ഇവിടെയും പൊട്ടിയിട്ടുണ്ട് ഉണ്ടാ, അങ്ങനെ ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി തന്നെ ചെയ്യണം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇന്നർ മാറ്റേണ്ടി വരും എന്ന്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എടുക്കാം, പക്ഷെ ആ ഒരു ഭാഗത്തുണ്ട്. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം പഴയ വണ്ടിയില്ല, നമ്മൾ ഒരുപാട് പൈസ ഇറക്കിയിട്ട് കാര്യമില്ല, പൈസ കാണില്ല, അങ്ങനത്തെ വിഷയമുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ എന്തായാലും ഇന്നറും കൂടി ഇവിടെ കഴിക്കണം. ഇന്നറും കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചെടുത്തിട്ട് ഇതിനും തന്നെ ആണി അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റാപ്ലെയർ ആ ഒരു പിന്നെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി കഴിച്ച് ഇങ്ങോട്ടേക്ക് ഇടട്ടെ. എന്നിട്ട് നമുക്ക് വീഡിയോ കോപ്പി ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് ഓടാൻ വേണ്ടിയിട്ടും പോകണം. സമയം ഒരുപാടായി, ബാങ്ക് കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പോയത് ഈ ഒരു കമ്പിയാണ്. ഇതന്നെ പറ്റുമോ ഇല്ലേ നോക്കണം. ഇത് പറ്റണ്ടാവാം. അതായത് ഇവിടെ വരുന്നതാണ്, സെൻറ്ററിൽ വരുന്ന ഒരു കമ്പിയാണ് ഈ ഒരു കമ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത് രണ്ട് സൈഡിലും വെൽഡിങ് ഇട്ടായിരുന്നു. അപ്പോൾ അത് ഊരി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ ഊരിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ഊരിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഈ ഒരു സാധനം മാറ്റേണ്ടി വരും. അതിൻ്റെ ഈ ഒരു ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഒന്ന് വലിച്ചിട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും. ഈ കാണുന്ന ഒരു ബെൽറ്റ് ഇല്ലയെന്നാണെങ്കിൽ അതവിടെ കിടന്നോട്ടെ എന്ന് വെക്കണം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് എന്തായാലും ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ടേക്ക് കഴിക്കുമ്പോഴേക്ക് ചിലപ്പോൾ പ്രശ്നം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല. ഇന്നർ മിക്കവാറും ഇന്നറാണ് ഇപ്പം എനിക്ക് ഒരു സംശയമുള്ളത്. ഇന്നർ മിക്കവാറും മാറ്റേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നറിൻ്റെ പല ഭാഗം പിന്നിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, അതൊക്കെ ഒരു പിന്നലാണ്. അത് വലിയ ബലമല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ടാ പൊട്ടണ തീരെ ബലമല്ല. അപ്പോൾ മിക്കവാറും ഇന്നർ മാറ്റേണ്ടി വരും. വുഡ് ഓക്കെയാണ്, മേൽഭാഗം കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ നമുക്കിത് കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കാം. ബാക്കി പരിപാടിയൊന്നുമില്ല. ഇനി ഒന്ന് കുളിക്കണം. എനിക്കിപ്പോൾ ഈ ചൂടും വെയിലും ഒക്കെ പാടായിട്ട് കുളിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. ഒന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഞാനിങ്ങനെ വലയിട്ട് മൂടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കാര്യമായ ഇതൊന്നും കയറില്ല. നാളെ തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ പൊടി നന്നായിട്ട് കയറും വണ്ടീനകത്തേക്ക്. ഏറ്റവും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കഴുകാം, ഇല്ലാന്നാണെങ്കിൽ നാളെ ബക്കറ്റിൽ വെള്ളം എടുത്ത് കഴുകാം. ഈ വണ്ടി ഒന്ന് തുടക്കണം. ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെയെങ്കിൽ എൻ്റെ ഉച്ചഭക്ഷണം ചോറ്, തളമീൻ കറി വെച്ചത്. പിന്നെ എന്നാലും നമ്മൾ കുറച്ച് പച്ചമീൻ വാങ്ങിയായിരുന്നു. അതിലൊരു കണ്ടവിടെ കളക്കാനുണ്ടപ്പോൾ അവരുടെ വേസ്റ്റ് ആക്കട്ടെ എഴുതിയിട്ടാണ് കൊടുത്തു. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:45 നമുക്കൊരു 2 മണി 2:10 ആകുമ്പോഴേക്ക് ഇറങ്ങണം എന്ന് കരുതുന്നുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ, നമ്മൾക്ക് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുവാണ്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്ന് വലിയൊരു ഓട്ടം നിങ്ങളെ കാണിക്കേണ്ടതില്ലല്ലോ. അമ്പലത്തേക്ക് പോയത് അതൊക്കെ ഒരുപാട് ഷോട്ടുകൾ ഉണ്ടായതുകൊണ്ടും ഓട്ടം ഞാൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാൻ തന്നെ ഉള്ളൂ. 30 റുപ്യൻ്റെ ലോക്കൽ നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം അധികമല്ല, 20 ആയുള്ളൂ. 20 ആയപ്പോഴേക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങാടിക്ക് എത്തലും എനിക്കൊരു ലോക്കൽ കിട്ടലും അങ്ങനെയാണ് സംഭവിച്ചത്.
ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ട്രിപ്പാണ്. ഇപ്പം സമയം 3:15 ആയിട്ടുണ്ടാവും. 3:15 അല്ല 3:10 3:10 ആകുമ്പോഴേക്ക് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ട്രിപ്പ് വാണിയമ്പലത്തേക്കായിരുന്നു. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് 70 രൂപയുടെ ട്രിപ്പ്. അങ്ങനെ നമ്മൾ 3 ട്രിപ്പ് 2:30 ഒരു 70 ആണ് എടുത്തത് കേട്ടോ. അങ്ങനെ 130 രൂപ. എന്ത് ബാലേട്ടൻ എന്താ പറഞ്ഞത്? വണ്ടി തള്ളിയിട്ട് നീങ്ങളില്ല. വണ്ടി തള്ളിയിട്ട് നീങ്ങളുള്ള ജാമുണ്ട് പോലെ വീൽ ജാം എന്തുകൊണ്ട് തോന്നുന്നത് വർഷപ്പ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അല്ലേ അളിയൻ്റെ വണ്ടിയിൽ ഞങ്ങളൊന്ന് പോയത്. അപ്പോൾ ചിലപ്പോൾ ക്ലച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മളിങ്ങനെ 3 ആൾക്കാർ ഡ്രൈവ് ചെയ്തതാണ്. പിന്നെ 100 കിലോമീറ്റർ അപ്പാണ്ടോണ് വന്നതാണ്. ഇങ്ങോട്ട് മെറ്റപ്പോൾ ട്രിപ്പ് പോയതല്ലേ? വന്നിട്ട് ഓടിയോ? 106 റുപ്യ കൂടി ടോട്ടലി. അപ്പോൾ ഭക്ഷണം കഴിച്ചു വന്നല്ലേ നിങ്ങൾ? ഭക്ഷണം കഴിച്ചില്ല, ഇപ്പോഴും പോയില്ല. ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഞാൻ തന്നെ 130 റുപ്യ. പോന്നിട്ടോ? അല്ലല്ല 2 ലോക്കൽ ഒരു 70. 70 എന്നാലും നിങ്ങളെപ്പോൾ വന്നിക്കണ്? എൻ്റെ എഡിറ്റിങ് എല്ലാ പാടും കേട്ടാൻ വരുന്നത്. ഏതായാലും മറ്റേ ബാലേട്ടൻ വരട്ടെ. വണ്ടീൻ്റെ പ്രശ്നം എന്താ നോക്കണം. വണ്ടി ഞാൻ അപ്പോഴും പറഞ്ഞ മൂപ്പരോട് ഇന്റെ വണ്ടി എടുക്കാൻ പിരിവുണ്ടോ സ്പോട്ടിലിട്ട് ഞാനും ഇടും. എവിടുക്ക പോണേ? വൈ എന്തിന് എന്തുകൊണ്ട്? ഒരു വിരുന്ന് നോക്കുകയാണ് ചങ്ങന്മാരെ. അപ്പം ഞാൻ ലോക്കൽ എടുത്തിട്ട് വന്നു. വരുന്ന് വിരുന്ന് പോവാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് ആരെയും അവിടെ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്ന് സ്കൂളിൽ നിന്നും അവിടെ കൊണ്ടാക്കി അങ്ങനത്തെ ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ. ആര്യ അല്ലേ ഇന്ന് ശരിക്കും പഠിച്ചോ? ആകെ വിയർത്തുകൾ നോക്കി നിങ്ങളോള് പേരെഴുതാണ്ടോ? പേരെഴുതിയോ? പേരൊക്കെ വേഗം പറയേ. അങ്ങനെ അച്ഛമ്മനോട് പറഞ്ഞപ്പോ പോണേ. അവനങ്ങനെ ഇവരൊന്ന് കൊണ്ടാക്കട്ടെ. ചെങ്ങൈമാരെ ഞാനിപ്പോൾ ഉള്ളത് എവിടെ അറിയോ? വണ്ടൂരിൽ നിന്നും ഒരു 13 കിലോമീറ്ററോളം അകലെയാണ്. അതായത് 300 രൂപയുടെ ട്രിപ്പാണ്. ഞാൻ ഈ ട്രിപ്പ് കിട്ടുന്നതിന് മുമ്പ് വരെ 230 രൂപയ്ക്കായിരുന്നു ഓടിക്കൊണ്ടിരുന്നിരുന്നത്. ഈ ഒരു ട്രിപ്പ് കിട്ടിയപ്പോൾ 530 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനുള്ളത് മമ്പാട്ടുമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മമ്പാട്ടുമൂല. മമ്പാട്ടുമൂലയിലേക്കൊക്കെ എന്ന് വന്നതാണ്. പിന്നെ മുമ്പ് ഒരു ദിവസം നമ്മൾ കല്ലാമൂലയിൽ കല്ലാപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. അന്ന് വന്നതാണ്. ഏതായാലും അടിപൊളി. നമ്മളിപ്പോൾ ഒറ്റ ട്രിപ്പ് 300 കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം തെളിഞ്ഞു തന്നെയാണ് അർത്ഥം. പക്ഷേ നമ്മളിന്ന് മുഴുവനായിട്ട് ഓടാത്തത് കൊണ്ട് നമ്മൾക്ക് ഈ ഒരു 300 530 ആക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ. 5:10 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇതിലൊക്കെ കപ്പ കൃഷി ചെയ്തിട്ട് കപ്പയാണത്. കപ്പ കംപ്ലീറ്റ് കപ്പാണ്. അതായത് സമയം 7:20 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിൽക്കണ്ടേന്നാണ്. അങ്ങാടിയിൽ വണ്ടി ഫുള്ളാണ്. പക്ഷേങ്കിൽ അത് നമ്മൾ നോക്കണ്ട. നമുക്ക് കിട്ടേണ്ട നമുക്ക് കിട്ടും. ഒരു കിട്ടും. ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ പോളില്ലെങ്കിൽ ഞാൻ അങ്ങനെ നാട്ടിൽ പോകും. ചെക്കന്മാർക്ക് ഇരിക്കാനേ വെറുതെ. അപ്പോൾ ചെങ്ങന്മാരെ വീട്ടിലാണ്. അതായത് നമ്മൾ 710 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 2:20 തൊട്ട് ഇപ്പോൾ സമയം 9 മണിയാക്കണം. പക്ഷേ 8 മണിക്ക് ഞാൻ ഓട്ടം നിർത്തിയിട്ടോ. 8 മണിക്ക് ഓട്ടം നിർത്തിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഇരിക്കുമായിരുന്നു ചെക്കന്മാരുടെ കൂട്ടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അധികം നേരത്തെ വന്നിട്ടും കാര്യമില്ല, വൈകി വന്നിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ഒരു ഇളം ടൈം പിടിച്ചാണ്. സാധാരണ ഇവിടെ ആരിലൊക്കെ ഉണ്ട്. ചെന്നും കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ 9:30 ആകും വരാൻ വേണ്ടിയിട്ട്. ശരി ഒരു 9 മണിക്ക് വന്നു. ഒന്നേറെ വിശക്കുക, ഭയങ്കര വിശപ്പ്. എന്താ അറിയില്ല. ഉച്ചക്കത്തെ ചോറും കറിയൊന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ടൈം വേണ്ടിയിട്ട് നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.